ഹായ് ഓൾ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് അസസ്മെൻ്റ് ആണ്. അത് യൂണിറ്റ് 1-ൻ്റെ പാർട്ട് 2 ആണ്. MBCE 2-3, അതായത് അസസ്മെൻറ്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസിൻ്റെ യൂണിറ്റ് 1 പാർട്ട് 2. പ്രിൻസിപ്പിൾ ഓഫ് അസസ്മെൻറ്റ്. പ്രിൻസിപ്പിൾ ഓഫ് അസസ്മെൻറ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്ന് ഷെറ്റ്സർ ആൻഡ് ലിൻഡൻ ആണ്. അക്കോർഡിംഗ് ടു ദം, ദ അസസ്മെൻറ്റ് ഷുഡ് ബി ഹോളിസ്റ്റിക്, ഓൺഗോയിങ്, ബാലൻസ്ഡ്, ആക്യുറേറ്റ് ആൻഡ് കോൺഫിഡൻഷ്യൽ. വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ ആദ്യത്തെ ഒരു ലെറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ബീച്ച് എന്ന് ഓർത്താൽ മതി. ബീച്ചിലെ അങ്ങെടുത്ത് വന്നിട്ട് BOACH, BOACH, പ്രിൻസിപ്പിൾ ഓഫ് അസസ്മെൻറ്റ്, BOACH. അതിൽ ഫസ്റ്റ് വൺ നമ്മളിതിൻ്റെ അകത്ത് പറയുന്നത് ഹോളിസ്റ്റിക് ആണ്. ആദ്യത്തെ പറയുന്നത്. അപ്പോൾ ഹോളിസ്റ്റിക് എന്ന് പറയുമ്പം ആ ഒരു വേർഡ് നമ്മൾ അത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഹോളിസ്റ്റിക് ആണ്. അപ്പോൾ നമ്മുടെ WHOLESTI ഹോൾ ഉണ്ടല്ലോ, അതായത് മുഴുവനായിട്ടുള്ള എന്നുള്ളത്. അതായത് അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു ഇത് മാത്രമല്ല എടുക്കുന്നത്. അതായത് ഇപ്പോൾ ഒരാളുടെ ഇൻ്റലിജൻസ് മാത്രമല്ല എടുക്കുന്നത്, അയാളുടെ പേഴ്സണൽ എടുക്കും, ഫിസിക്കൽ എടുക്കും, പേഴ്സണൽ എടുക്കും, ന്യൂറോളജിക്കൽ എടുക്കും, ബയോളജിക്കൽ എടുക്കും, ഫിസിയോളജിക്കൽ, അതായത് കംപ്ലീറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഹോളിസ്റ്റിക് എന്നുള്ളത് പറയുന്നത്. ഇപ്പം ഹോളിസ്റ്റിക് എന്ന ആ ഒരു വേർഡ് കേൾക്കുമ്പം WHOLE എന്ന് ഓർത്താൽ മതി, ഹോൾ, കംപ്ലീറ്റ് എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ അടുത്ത സ്പെല്ലിംഗ് എന്ന് പറയുന്നത് HOLISTIC ആണ്. അത് ഓർത്തിരിക്കണം. അപ്പം ടു മേക്ക് ദ അസസ്മെൻറ്റ് പ്രോസസ് മോർ സിസ്റ്റമാറ്റിക്, ദ കൗൺസിലർ നീഡ് ടു കീപ്പ് ഇൻ മൈൻഡ് 3 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. അതായത് ഹോളിസ്റ്റിക് ആവണമെങ്കിൽ സിസ്റ്റമാറ്റിക് പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്യണം. അസസ്മെൻറ്റിൽ സിസ്റ്റമാറ്റിക് പ്രോസസ്സ് ഫോളോ ചെയ്താലേ അസസ്മെൻറ്റ് ഹോളിസ്റ്റിക് ആവത്തുള്ളൂ. അപ്പോൾ സിസ്റ്റമാറ്റിക് പ്രോസസ്സ് എന്തൊക്കെയാണ്? അതിൻ്റെ അകത്ത് 3 ഫാക്ടേഴ്സ് ഉണ്ട്. വാട്ട് ടു അസസ്, വെൻ ടു അസസ് ആൻഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് അസസിങ് ഈസ് റിക്വയർഡ്. വാട്ട് ടു അസസ് എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. പിന്നെ വെൻ ടു അസസ്, എപ്പോഴാണ്. ഇപ്പം ഭയങ്കര ഡിപ്രഷനിൽ സൂയിസൈഡ് ടെൻഡൻസി ഉള്ള ഒരാൾക്ക് നമുക്ക് ഇപ്പം ടെസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഓരോന്നിനും ഓരോ രീതിയുണ്ട്, ഓരോ ടൈമുണ്ട്. ഇപ്പം ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് ചെന്നിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നമുക്ക് ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യാം എന്ന് പറയാൻ പറ്റില്ല. അതായത് അവരുടെ അന്നേരത്തെ ആ മൂഡ് അഫക്റ്റൊക്കെ അനുസരിച്ചായിരിക്കും നമ്മൾ ടെസ്റ്റൊക്കെ കൊടുക്കുന്നത്. അല്ല, അവരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യനും അവരുടെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എങ്ങനെയാണെന്നുള്ളതായിരിക്കും. അപ്പം മൂന്നാമത്തേത് ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് അസസിങ് ഈസ് റിക്വയർഡ്. അതായത് ഇപ്പം 4 വയസ്സുള്ള ഒരാൾക്ക് ചെയ്യുന്ന അസസ്മെൻ്റ് ആയിരിക്കത്തില്ല 20 വയസ്സുള്ള ഒരാൾക്ക് ചെയ്യുന്ന അസസ്മെൻറ്റ്. അപ്പോൾ അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സിസ്റ്റമാറ്റിക് അസസ്മെൻറ്റിൽ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഹോളിസ്റ്റിക്കിൽ ആ ഒരു പോയിൻ്റ് വരുന്നുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ ഓരോരുത്തരുടെ ഈ കൾച്ചറുണ്ടല്ലോ, കൾച്ചർ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും ഓരോരുത്തരുടെ ബിഹേവിയറും, അവർ തിങ്ക് ചെയ്യുന്ന രീതി, അവരുടെ അസർട്ടീവ്നെസ്, സെൽഫ് റിലയൻസ്, കോമ്പറ്റീവ്നെസ്, പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് വിത്ത് ദ ഗ്രൂപ്പ്, അതെല്ലാം ശരിക്കും ഓരോ കൾച്ചറിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം കേരളീയരെ പോലെ ആയിരിക്കത്തില്ല കർണാടകക്കാർ പെരുമാറുന്നത്, കർണാടകക്കാരെ പോലെ ആയിരിക്കില്ല തമിഴ്നാടുകാർ പെരുമാറുന്നത്. ഓരോ സ്ഥലം അനുസരിച്ചും ഈവൻ ഓരോ വീട് അനുസരിച്ചും ആൾക്കാരുടെ പെരുമാറ്റം മാറിക്കൊണ്ടേയിരിക്കും. സോ ഹോളിസ്റ്റിക് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് സ്റ്റഡിയാണ്. അതായത് അസസ്മെൻ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പോൾ അതാണ് ഫസ്റ്റിൽ പറയുന്നത്. നെക്സ്റ്റ്, അസസ്മെൻറ്റ് ഷുഡ് ബി ഓൺ ഗോയിങ്. അസസ്മെൻറ്റ് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അതായത് നമ്മുടെ അടുത്തൊരു ക്ലയൻറ്റ് വന്നു, ആദ്യത്തെ ദിവസം നമ്മൾ അസസ് ചെയ്തു, പിന്നെ അസസ്മെൻ്റ് ഒന്നും എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ആ ഒരു കൗൺസിലിംഗ് കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റില്ല. അതായത് അവർക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായോ, നമ്മൾ ഉദ്ദേശിച്ച ഗോൾ തന്നെയാണോ അവർക്ക് നമ്മൾ കൊടുത്ത ഈ ഒരു സൈക്കോ തെറാപ്പി അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്ക് എല്ലാം കൊടുത്തതിന് ശേഷം കുറേ സെഷൻ കഴിഞ്ഞതിന് ശേഷം അവർ റീച്ച് ചെയ്തത്, അതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഓൺ ഗോയിങ് എന്ന് പറയുന്നത്. അതായത് ഇനിഷ്യൽ അസസ്മെൻറ്റും ഫൈനൽ അസസ്മെൻറ്റും തമ്മിലുള്ള ആ ഒരു റൂട്ടെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് വിട്ട് അതായത് ബ്രേക്ക് എടുത്തിട്ട് പോകുന്നതായിരിക്കരുത്. അതായത് ആ ബ്രേക്ക് ഇപ്പം നമ്മളുടെ ഒരു ക്ലയൻറ്റ് വന്ന് നമ്മൾ പറയുന്നു, ഈ ആഴ്ച നിങ്ങൾ സാറ്റർഡേ വാ, അടുത്ത ആഴ്ച ഒരു വെനസ്ഡേ ആകുമ്പോൾ വാങ്ങും. അപ്പോൾ വെനസ്ഡേ ആകുമ്പം അവർ വരത്തില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഇതുണ്ട്, അവൈലബിൾ അല്ല, അപ്പോൾ വീണ്ടും അതൊരു ഗ്യാപ്പ് ആവുന്നു, പിന്നെ ഒരാഴ്ച നീളുന്നു, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഒരു 10 ദിവസം കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും എക്സ്ക്യൂസസ് പറയുന്നു. അങ്ങനെ ആകുമ്പോൾ ആ അസസ്മെൻറ്റ് കറക്റ്റ് ആവില്ല. അസസ്മെൻ്റ് എന്ന് പറയുമ്പം ഓൺ ഗോയിങ് ആയിരിക്കണം.
പിന്നെ മൂന്നാമത്തേന്ന് വെച്ചാൽ അസസ്മെൻറ്റ് ഷുഡ് ബി ബാലൻസ്ഡ് എന്ന് പറയുമ്പം നമ്മൾ അസസ്മെൻറ്റിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് നോർമലൈസ്ഡും ആയിരിക്കണം, ഇൻഡിവിജ്വലൈസ്ഡും ആയിരിക്കണം. അതെന്ന് വെച്ചാൽ ജനറൽ ക്വസ്റ്റ്യൻസും ആയിരിക്കണം, പേഴ്സണൽ ക്വസ്റ്റ്യൻസും ആയിരിക്കണം. നോർമലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് അവർ ചോദിക്കാം നിങ്ങൾക്ക് ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് എഴുതാൻ പറ്റുന്നുണ്ടോ. പേഴ്സണലൈസ്ഡ് അല്ലെങ്കിൽ ഇൻഡിവിജ്വലൈസ്ഡ് എന്ന് പറയുമ്പോൾ അവരുടെ പേര്, അവരുടെ സ്ഥലം എവിടെയാണ്, ഏത് സ്കൂളിലാണ് പഠിച്ചത്, അതൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ അസസ്മെൻറ്റ് ഷുഡ് ബി ബാലൻസ്ഡ്. ചുമ്മാ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ചാൽ അത് ഒരു സിസ്റ്റമാറ്റിക് അസസ്മെൻ്റ് ആവില്ല. അല്ല ചുമ്മാ ചിലർ ജനറൽ ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കും, അപ്പോൾ അതും ഒരു സിസ്റ്റമാറ്റിക് അസസ്മെൻ്റ് ആവില്ല. It is the purpose and situation that decides which type of assessment data is required. അതായത് ആ ഒരു സിറ്റുവേഷൻ എന്താണ്, ആ ഒരു ക്ലയൻറ്റിൻ്റെ ഇപ്പോഴത്തെ ഗോൾ എന്താണ്, അല്ലെങ്കിൽ അവരുടെ അതായത് പർപ്പസ് എന്താണ്, അതനുസരിച്ചായിരിക്കും ഏത് തരം ക്വസ്റ്റ്യനാണ് ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് അസസ്മെൻ്റ് ആണ് നടത്തേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അതാണ് അവിടെയുള്ള ആ ഒരു പോയിൻ്റ്. നാലാമത്തേന്ന് പറയുമ്പോൾ അസസ്മെൻറ്റ് ഷുഡ് ബി ആക്യുറേറ്റ് ആയിരിക്കണം. ചുമ്മാ നമുക്ക് മനസ്സിൽ തോന്നിയ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ക്ലയൻസിനോട് ചോദിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഒരു ഓപ്പണായിട്ടൊക്കെ ചോദിക്കാം, എന്നാലും അതിനൊരു സ്ട്രക്ചർഡ് ഒരു രീതിയുണ്ട്. അതായത് കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പി എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് ചെയ്യുന്ന കൗൺസിലിങ്ങിന് ഒരു രീതിയുണ്ട്. ആ രീതിയിൽ മാത്രമേ സ്റ്റാൻഡേർഡൈസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കണം, സ്റ്റാൻഡേർഡൈസ്ഡ് ടൂൾസൊക്കെ ഉപയോഗിച്ച്. അതായത് ചുമ്മാ നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് ചുമ്മാ ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റ് അതൊന്നും അല്ല യൂസ് ചെയ്യേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക, അതായത് കുട്ടികൾക്ക് ഇൻ്റലിജൻസ് ടെസ്റ്റ് വേറെയുണ്ട്, വലിയവർക്ക് വേറെയുണ്ട്, അത് ഡിപ്രഷന് പ്രത്യേകം ടെസ്റ്റ് ഉണ്ട്, ആങ്സൈറ്റിക്ക് വേറെ ടെസ്റ്റ് ഉണ്ട്. അപ്പം സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചാലേ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള അസസ്മെൻറ്റ് നടത്താൻ പറ്റുള്ളൂ. സ്റ്റാൻഡേർഡൈസ്ഡ് ടൂൾസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കാരണം സ്റ്റാൻഡേർഡൈസ്ഡ് ടൂൾസ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് എക്സാമിൻ ചെയ്ത് അതിൻ്റെ വാലിഡിറ്റിയും റിലയബിലിറ്റിയും ഒക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള അസസ്മെൻറ്റ് ടൂൾസ് ഉണ്ട്. അപ്പം അതൊക്കെ വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള, എന്ന് വെച്ചാൽ 100% കറക്റ്റ് ആയിരിക്കത്തില്ല, എല്ലാ ടൂൾസിനും മിസ്റ്റേക്ക് ഉണ്ടാവും, എന്നാലും ഒരു 99% ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള നമുക്കൊരു അസസ്മെൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ക്ലയൻറ്റിനോട് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് ഈ രോഗമാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരിക്കലും സാധിക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ആ ഉറപ്പിച്ചു എന്നുള്ള ഒരു വേർഡ് നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. പ്രോബബിലിറ്റിയാണ് അസസ്മെൻറ്റ്, എപ്പോഴും ഒരു പ്രോബബിലിറ്റിയാണ്. കാരണം അസസ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന ടൂൾസ് ഒരിക്കലും 100% കറക്റ്റ് ആയിരിക്കത്തില്ല. പിന്നെ അതുപോലെ സ്റ്റാൻഡേർഡൈസ്ഡ് ടൂൾസ് തന്നെ ഉപയോഗിക്കണം. അതാണ് അസസ്മെൻറ്റ് ഷുഡ് ബി ആക്യുറേറ്റ് എന്നതിൽ പറയുന്നത്. അതായത് വാലിഡ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം. പിന്നെ അഞ്ചാമത്തേന്ന് പറയുന്നത് അസസ്മെൻറ്റ് ഷുഡ് ബി കോൺഫിഡൻഷ്യൽ. അതായത് ഒരു ക്ലയൻറ്റ് വന്ന് നമ്മുടെ അടുത്ത് പറയുന്നത് അവർ വേറെ ആരുടെ ഷെയർ ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും. അത് നമ്മൾ ക്ലയൻറ്റ് വന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ വീട്ടുകാരെടുത്തും നമ്മുടെ കൂട്ടുകാരെടുത്തും അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലും ഒക്കെ അത് വിളമ്പാനുള്ളതല്ല. അത് കോൺഫിഡൻഷ്യലായിരിക്കണം. ഇത് കൗൺസിലിങ്ങിൻ്റെ ഒരു ബേസിക് എത്തിക് കൂടിയാണ്. അപ്പോൾ അതായത് കോൺഫിഡൻഷ്യലാക്കി നമ്മൾ വെച്ചാൽ മാത്രമേ നമ്മുടെ ക്ലയൻസിന് വീണ്ടും നമ്മൾക്ക് പുതിയ ക്ലയൻസിന് വരാനും നമുക്ക് ഈ ഒരു പ്രൊഫഷണലിൽ കണ്ടിന്യൂസ് ആയിട്ട് തുടരാനും പറ്റത്തുള്ളൂ. അപ്പോൾ BOACH ബാലൻസ്ഡ് ആയിരിക്കണം, ഓൺഗോയിങ് ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം, കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, ഹോളിസ്റ്റിക് ആയിരിക്കണം. അപ്പം ഈ ബോച്ച് എന്ന് വെച്ച് പഠിക്കുകയാണെങ്കിൽ ഇത് പഠിക്കാൻ എളുപ്പമാണ്. സോ നെക്സ്റ്റ് ഈസ് പ്രോസസ് ഓഫ് അസസ്മെൻറ്റ്. അതിൻ്റെ അകത്ത് വലുതായിട്ട് നമുക്ക് ഡീറ്റെയിൽഡായിട്ടൊന്നും പഠിക്കാനില്ല. നമ്മൾ ഓൾറെഡി ഇതൊക്കെ നമ്മൾ നമ്മുടെ റിസർച്ചിനകത്തൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഫോർമുലേറ്റിംഗ് ഗോൾസ് ആണ്, അതായത് ഗോൾ സെറ്റ് ചെയ്യുക. രണ്ടാമത്തേത് അതായത് ക്ലയൻറ്റിന് എന്താണ് വേണ്ടത്, ക്ലയൻറ്റിന് ഇപ്പം ഉറക്കമില്ല, സമാധാനമായിട്ട് ഉറങ്ങണം, അതായിരിക്കും ഗോള്. രണ്ടാമത്തെ ഐഡൻറ്റിഫൈങ് ടൂൾസ് ആൻഡ് ടെക്നിക്സ്, എന്ത് ടൂൾ അല്ലെങ്കിൽ ടെക്നിക്കാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ചിലപ്പം ക്ലയൻറ്റ് ഉറങ്ങുന്നത് മൊബൈൽ സൈഡിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക, ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുക. മൊബൈൽ അവിടെ അടുത്ത് വെക്കണ്ട, മൊബൈൽ മേശപ്പുറത്ത് വെച്ചിട്ട് കിടന്നുറങ്ങിയാൽ മതി. ഇത് ചെറിയ എക്സാമ്പിൾ പറയാം കേട്ടോ. അപ്പോൾ ഐഡൻറ്റിഫൈങ് ടൂൾസ് ആൻഡ് ടെക്നിക്ക്, ഇതൊക്കെ അക്കോർഡിംഗ് ടു ഇൻഡിവിജ്വൽസ് മാറിക്കൊണ്ടേയിരിക്കും. മൂന്നാമത്തെ ഡേറ്റ കളക്ഷൻ, അവരോടത്ത് സംസാരിച്ച് വിവരങ്ങളൊക്കെ നമ്മൾ എടുക്കുക.
നാലാമത്തെ ഇൻ്റർപ്രറ്റിംഗ് സ്പെസിഫിക് അസസ്മെൻറ്റ് ഡേറ്റ. അപ്പോൾ അവർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെയാണ്, നമുക്കൊരു കൺക്ലൂഷനിലൊക്കെ എത്താനായിട്ട് സാധിക്കും. ഇൻ്റഗ്രേറ്റിംഗ് ഡേറ്റ ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്. ഒരു സോഴ്സിൽ നിന്ന് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ അവരുടെ ഇൻഫോർമർ ഉണ്ടല്ലോ അവരുടെ ചോദിക്കാം, പിന്നെ അല്ലെങ്കിൽ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ചോദിക്കാം, പിന്നെ വേണമെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയയൊക്കെ നമുക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരാളെ ഒബ്സർവ് ചെയ്യിപ്പിക്കാം അവരെ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാം. പിന്നെ ഫോർമുലേറ്റിംഗ് അസസ്മെൻറ്റ് ഇൻഫർമേഷൻ. അതായത് അസസ്മെൻറ്റിൽ കൂടെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എല്ലാം നമ്മൾ കളക്ട് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ലാസ്റ്റ് റീഫോർമുലേറ്റിംഗ് ഗോൾ. അതായത് ഫസ്റ്റ് ഗോൾ എന്തായിരുന്നു? ഉറങ്ങുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് റീഫോർമുലേറ്റിംഗ് ഗോളെന്ന് പറയുന്നത് ചിലപ്പം എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്തിട്ട് ആ ദിവസം ഒരു അരമണിക്കൂർ എക്സസൈസ് ചെയ്യണം, രാത്രി ഇത്ര മണിക്ക് ഉറങ്ങണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ക്ലാസ്സിന് ചേരണം. അപ്പോൾ അത് ഫസ്റ്റ് ഗോളായിരിക്കത്തില്ല, ലാസ്റ്റ് ചിലപ്പോൾ നമ്മൾ അസസ്മെൻ്റൊക്കെ കഴിയുമ്പോഴത്തേനും ഗോൾ. അപ്പോൾ അത് റീഫോർമുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോസസ്സ് ഓഫ് അസസ്മെൻറ്റ്. അപ്പോൾ നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് അസസ്മെൻ്റ് ആണ്. അത് നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഒറ്റ ക്ലാസ്സായിട്ട് പഠിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.